ഹലോ ഗായ്സ്, വെൽക്കം ടു കേതൻസ് വേൾഡ്. ഞങ്ങളുടെ കുഞ്ഞു ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ദാ ബാംഗ്ലൂർ സ്ട്രോബെറിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എവിടെ തിരിഞ്ഞാലും നമ്മുടെ റോഡ് അരികിലൊക്കെ കുഞ്ഞു കുഞ്ഞു വണ്ടികളിലൊക്കെ ഇങ്ങനെ സ്ട്രോബെറി ബോക്സിലാക്കി ഇങ്ങനെ കിട്ടും കേട്ടോ. ഈ ഒരു സ്ട്രോബെറി നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തോളം ഫ്രീസറിൽ ഒരു കേടും കൂടാതെ ഇരിക്കും കേട്ടോ. നമുക്കത് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വെള്ളത്തിലിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം യൂസ് ചെയ്താൽ മതി. ഇത് വെച്ച് നമുക്ക് ജാം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാം, ഒന്നും അല്ലെങ്കിൽ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത് സ്മൂത്തിയാണ്. നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ ദാ സ്കൂൾ വിട്ട് വിശന്ന് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെൽത്തി ഡ്രിങ്കാണിത്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് സോഫ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 3 ബനാന എടുത്ത് അത് നല്ല രീതിയിൽ കട്ട് ചെയ്ത്, അതുപോലെ തന്നെ ഒരു ആപ്പിൾ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് പാലും ഒഴിച്ച് കുറച്ച് ഗ്രീക്ക് യോഗേർട്ടും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാൻ പിന്നെ പറയാൻ വിട്ടുപോയി, കേതിന് കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മധുരത്തിന് വേണ്ടി ഡേറ്റ്സും കൂടെ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ കേതിനുള്ള ജ്യൂസിന് റെഡിയായി. ഇത് നമ്മളിതാ കഴിഞ്ഞ ദിവസം ജ്യൂസ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ബോട്ടിലാണ് കേട്ടോ. ഇതിൽ ഒഴിച്ചാലേ കേതൻ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇതിനകത്താക്കി കൊടുത്തു കേട്ടോ. കേതിനുള്ള ജ്യൂസ് അതിലേക്ക് ഒരു സ്ട്രോയും കൂടി ഇട്ട് കൊടുത്തു. എങ്ങനെയെങ്കിലും ഒന്ന് കുടിപ്പിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഇതാ കേതിനുള്ള ജ്യൂസ് റെഡിയായി. ഇനി ഇതാ ഞങ്ങളുടെ ജ്യൂസ് നമ്മളിതാ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ വെച്ച് ഞാൻ ഇതാ റെഡിയാക്കി എടുത്തു. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിയ സീഡും അല്ലെങ്കിൽ കുറച്ച് ഹണിയാണ് കേട്ടോ മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക്